എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Ten of Pentacles, Three of Wands, Lover's Energy, Sun card, Tower moment and Ten of Swords energy connection. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തുടങ്ങുന്നത് ഒത്തിരിയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷ വാർത്തയോട് കൂടിയിട്ടായിരിക്കും. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കുടുംബ അന്തരീക്ഷം വളരെ നല്ലൊരു രീതിയിൽ അച്ഛനമ്മ, മക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി ലൈഫ് വളരെ സുന്ദരമായിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം നിങ്ങളെങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് പേർപ്പസ് നിങ്ങൾക്കുണ്ടാവുമല്ലോ. ജീവിതം ഏത് രീതിയിൽ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പേർപ്പസ് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ മാർച്ച് ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് സഹോദരങ്ങൾ വഴിയോ പാരൻസ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള സഹായം ഉണ്ടാകാം. അല്ലെങ്കിൽ സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പണം തന്നിട്ട് സഹായിക്കുന്നത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ കരിയറിലാവാം, നിന്നൊരു ജോലി, ഒരു റെക്കമെൻഡേഷൻ കാര്യങ്ങൾ. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അച്ഛനോ സഹോദരങ്ങളോ സഹോദരിമാരോ മറ്റാരെങ്കിലും റെക്കമെൻഡേഷൻ വഴി പുതിയൊരു ജോലിയിലേക്ക് ലഭിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, അതായത് നിങ്ങളുടെ ജോലിയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ നിയോഗം കിടക്കുന്നുണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആതുര സേവന രംഗത്ത് നിൽക്കുന്ന ഒരു ഡോക്ടറാണ് ഒരാൾ എങ്കിൽ ആ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യുക, സുഖപ്പെടുത്തുക എന്നുള്ളൊരു നിയോഗമാണെങ്കിൽ ഡയറക്റ്റ് ജോലിയും നിയോഗവും ഒന്ന് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത് ഭൂരിഭാഗം പേരിലും. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ നിയോഗം മറ്റൊന്നാണെങ്കിൽ അത് സൈഡായിട്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഫാമിലി ആയിട്ടുള്ളൊരു ഒരുമിച്ചുള്ളൊരു ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പങ്കുവയ്ക്കുന്നു. അച്ഛനമ്മമാർ, സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന മക്കൾ ആ ഒരു രീതി കാണിക്കുന്നുണ്ട്. അതേപോലെ ഫാമിലി എൻവയൺമെൻറ്റ് പോസിറ്റീവാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ മറ്റാരെങ്കിലും അവർക്കും ജോലിയിൽ പ്രമോഷനോ സാധ്യതകളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒത്തിരി ഉയരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 3 ഓഫ് ഫോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്ന് ഒരിടത്തൊന്നും പകച്ചു നിൽക്കേണ്ടുന്ന സിറ്റുവേഷൻ കാണിക്കുന്നില്ല. കാരണം അവസരങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. അപ്പോൾ ഈ ഒരു അവസരം ജോലി സംബന്ധമായിട്ട് പലതരത്തിലുള്ള അവസരമാണ്. അപ്പോൾ ആദ്യം തന്നെ കരിയർ പറയുകയാണെങ്കിൽ പുതിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുള്ള ജോലിയിൽ തന്നെ പ്രൊമോഷനോ അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല, കാരണം പുതിയൊരു ഓഫറാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ മറ്റൊരു കമ്പനിയിൽ പുതിയൊരു ജോലി ബെറ്റർ പൊസിഷനിലുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിലാണ് ജോലി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്നൊരു കോഴ്സ് എന്നുള്ള ഇപ്പോൾ ലൈഫിലൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നവർ ഇന്നൊരു കോഴ്സിന് പോകണം എന്നുള്ളൊരു ചിന്തയായിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആപ്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് ഇതാണ് എന്ന രീതിയിൽ അത് മനസ്സിലാക്കി ആ ഒരു കോഴ്സിന് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ വരുന്നു. ആ അവസരം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ഫ്യൂച്ചറിലേക്ക് തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ്.
അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കും സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മെയിനായിട്ട് ഈ ഒരു മാർച്ച് മാസം നിങ്ങളുടെ നിയോഗം നിങ്ങൾ കണ്ടെത്തുകയാണ്. അതിനിപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിലും ജോലി ചെയ്യുന്ന ആ ഒരു ഏജിൽ നിൽക്കുന്ന ആളാണെങ്കിലും പ്രായമായിട്ടുള്ള ആളാണെങ്കിലും ആരും ഏത് പ്രായത്തിലും ആയിക്കൊള്ളട്ടെ നിങ്ങളുടേതായിട്ടുള്ള നിയോഗം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ട് തേടി പോകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പിന്നെ ലവേഴ്സ് എനർജി ആണ്, അത് മാരേജ് സിറ്റുവേഷനാണ്. ഇപ്പോൾ നിങ്ങൾ വിവാഹവും വിവാഹ സാധ്യതകളൊക്കെ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യത എന്ന് പറയുന്നത് വിവാഹത്തിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. അല്ലാതെ അറേഞ്ച് മാരേജ് സിറ്റുവേഷനിലും ഉള്ളൊരു സിറ്റുവേഷൻ അറേഞ്ച് മാരേജ് വഴിയുള്ള വിവാഹവും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നു, പുതിയ ആളുകളെ കാണുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അതേപോലെ ഒരു സോഷ്യൽ ഗ്യാതറിങ് കാണിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിപ്പോൾ നിങ്ങളൊരു സ്കൂൾ കോളേജ് റിയൂണിയൻ ആയിരിക്കും, ഒരുമിച്ച് പഠിച്ച വ്യക്തികളാണ്, വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ വീണ്ടും സംസാരിച്ച് ഒരുപക്ഷെ പറയാതെ പോയ പ്രണയമായിരിക്കാം പണ്ട്, ഇപ്പോഴും നിങ്ങൾ സിംഗിളായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ പ്രണയം തുറന്ന് സംസാരിച്ചിട്ട് അതങ്ങനെ, അതായത് വളരെ ഒരു ഡ്രമാറ്റിക് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഒരു രീതി, ഡ്രാമ, അതുപോലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു റൊമാൻറ്റിക് രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിൽമി രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് പറയാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം. ഒരു ട്രാൻസ്ഫോർമേഷനാണ് ജീവിതത്തിൽ മൊത്തത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതം, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം മുന്നോട്ടേക്ക് വരുന്ന കാലാകാലം നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലോങ് ടേം ആയിട്ടൊരു ഡിസിഷനാണ് എടുക്കുന്നത്. ഇവിടെ സൺ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും, നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സാധ്യത വളരെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ഏതൊരു ക്ഷേത്രം, നവഗ്രഹ സംബന്ധമായിട്ടുള്ള വഴിപാടുകളോ അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുന്നതോ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിലുള്ള ആളായിരിക്കാം, പൊളിറ്റിക്കലി ആക്റ്റീവായിരിക്കാം, കോൺഫിഡൻസ് നിങ്ങളിൽ കൂടുതലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും, രാഷ്ട്രീയത്തിലേക്ക്. നിങ്ങളൊരു സോഷ്യലി വളരെ ആക്റ്റീവായിരിക്കാം, ആളുകൾക്ക് നിന്നൊക്കെ നല്ലൊരു ഇത് കിട്ടുന്നൊരു വ്യക്തിയായിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സൗഹാർദ്ദമൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് വളരെയധികം പോസിറ്റീവ് എനർജി എന്നുള്ള രീതിയിൽ, പിന്നെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു നാച്ചുറലായിട്ട് ഒരു ഇൻറ്റിമസി, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. നാച്ചുറലായിട്ട് ഉള്ളൊരു ചില വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ വളരെയധികം ഇപ്പോൾ അതായത് എടുത്തൊരു തീരുമാനം അത് തെറ്റായിപ്പോയി, തിരിച്ചു നമ്മളൊരു ഫൗണ്ടേഷനൊക്കെ കെട്ടി വന്ന് നമുക്കൊരു ജീവിതം പടുത്തുയർത്തി എത്തുമ്പോഴേക്കും അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്ന സിറ്റുവേഷനാവും. വീണ്ടും അത് ആദ്യമേ തുടങ്ങി പണിതുയർത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് വളരെ ഇൻറ്റിമേറ്റ് ഒരു റിലേഷൻഷിപ്പിലാവാം, പ്രണയമായിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിൽ ക്ലോസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ട് നിങ്ങൾ വീണ്ടും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ 2 നില ബിൽഡിംഗ് പണിഞ്ഞിട്ട് അതവിടെ നിർത്തുന്നതിനേക്കാൾ ഒരു 18 നില പണിയുമ്പോഴേക്കും നിർത്തിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോഴേ തന്നെ ആ ഒരു ഫൗണ്ടേഷൻ ശരിയല്ല എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ചുരുക്കം. അതേപോലെ തന്നെ 10 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. 10 ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്
നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ ഈ ഒരു മാസത്തിൽ എടുക്കുന്നുണ്ട്. ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എൻഡ് ചെയ്യാനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തോ ഒരു കാര്യം പര്യവസാനിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, പുതിയൊരു കാര്യം തുടങ്ങുന്നു. ചില ആളുകൾക്ക് ഇപ്പോൾ റിട്ടയർ ആവുന്ന സിറ്റുവേഷൻ ആകാം വളരെ അടുത്ത് തന്നെ. അപ്പോൾ അത് തീരുമാനിക്കുന്നു. റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇനി എന്ത് പുതിയതായിട്ട് എന്താണ് നിങ്ങൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില ബന്ധങ്ങളായിരിക്കാം. എന്തായാലും ഒരു കാര്യം അവസാനിപ്പിച്ച് നിങ്ങൾ മറ്റൊരു കാര്യം തുടങ്ങുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം പൊതുവേ നല്ല മാസമാണ്. അതായത് പരീക്ഷകൾ പ്രത്യേകിച്ചൊക്കെ എഴുതുന്നതുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നല്ല റിസൾട്ട്സ് വരുന്നു. ഇപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ മാസത്തിലെങ്കിൽ ഇപ്പോൾ സാധ്യതകൾ കൂടുതലാണ് നല്ല റിസൾട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.